വെൽക്കം ടു SJ A² അക്കാഡമി. ഇനി കാറ്ററ്റ് എക്സാമിന് 5 ദിവസങ്ങളാണുള്ളത് പഠിക്കാനായിട്ട്. സാറ്റർഡേ സൺഡേ ആണ് എക്സാം. അപ്പോൾ നമുക്ക് സൈക്കോളജി ഫുൾ പോർഷൻ നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈക്കോളജി, സൈക്കി, ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. സൈക്കി എന്നാൽ സോൾ, ആത്മാവ് എന്നാണ് അർത്ഥം. ലോഗോസ് എന്നാൽ സയൻസ്, ശാസ്ത്രം എന്നാണ് അർത്ഥം. ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കാന്റ്. ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം, സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞത് ആരാണ്? വില്യം വൂണ്ട്, വില്യം ജെയിംസ്. വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം, സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞത് ആരാണ്? JB വാട്സൺ ആണ്. വ്യവഹാര വാക്കിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ. ആദ്യം സൈക്കോളജിക്ക് അതിന്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു. ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? RS വുഡ്വർത്ത് ആണ്. കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി, ഇത് ആരുടെ പുസ്തകമാണ്? RS വുഡ്വർത്തിന്റെ ആണ്. മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് സ്കിന്നർ. നെക്സ്റ്റ് വൺ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും. അതിൽ ഫസ്റ്റ് വരുന്നത് ഘടനാവാദം, സ്ട്രക്ചറലിസം ആണ്. ജർമ്മൻ ദാർശനികനായ വില്യം വൂണ്ട് ആണ് ഘടനാവാദത്തിന് തുടക്കമിട്ടത്. ഘടനാ മനഃശാസ്ത്രം രൂപം കൊണ്ടത് ജർമ്മനിയിലാണ്, വളർന്നു വികസിച്ചത് അമേരിക്ക. 1879 ലിപ്സിഗ് എന്ന സ്ഥലത്ത് ആദ്യമായി ഒരു പരീക്ഷണശാല ആരംഭിച്ചു. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ട്. പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി ആരാണ്? വില്യം വൂണ്ട് ആണ്. ലിപ്സിഗ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലാണ്. ഫാദർ ഓഫ് സൈക്കോളജി, മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ട്. ഘടനാ മനഃശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തത് EB ടിച്ച്നർ ആണ്. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണയിക്കുന്നതെന്ന് ഘടനാവാദം പറയുന്നു. ഇനി സെക്കൻഡ് വൺ, ധർമ്മവാദം, ഫങ്ഷണലിസം. ധർമ്മവാദം ആവിഷ്കരിച്ചത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദികൾ: വില്യം ജെയിംസ്, ജോൺ ഡ്യൂയി, ഹാർവി കാർ. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണെന്നാണ് ധർമ്മവാദം പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി, മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? വില്യം ജെയിംസിന്റേതാണ്. തേർഡ് വൺ, സമഗ്രതാവാദം, ഗസ്റ്റാൾട്ടിസം. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ മാക്സ് വെർത്തീമർ ആണ് സമഗ്രതാവാദത്തിന് അടിത്തറയിട്ടത്. ഒരു വസ്തുതയുടെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനമെന്ന് ഗസ്റ്റാൾട്ടിസം സിദ്ധാന്തിക്കുന്നു. സമഗ്രതാവാദികൾ ആരൊക്കെയാണ്? മാക്സ് വെർത്തീമർ, കോഹ്ലർ, കോഫ്ക, കേർട്ട് ലെവിൻ. വ്യവഹാരവാദം, ബിഹേവിയറിസം. JB വാട്സൺ ആണ് വ്യവഹാരവാദം ആവിഷ്കരിച്ചത്. സങ്കീർണ വ്യവഹാരങ്ങൾ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് വ്യവഹാരവാദികൾ സമർത്ഥിക്കുന്നു. പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധമാണെന്ന്, അതായത് കണ്ടീഷനിങ്, ഇവർ വാദിക്കുന്നു. ഒരു ഡസൻ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ടുതരിക, ഞാൻ ഇവരെ വിദഗ്ധരായി വളർത്തിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞത് ആരാണ്? JB വാട്സൺ ആണ്. വ്യവഹാരവാദികൾ: JB വാട്സൺ, EL തൊണ്ടേക്, പാവ്ലോ, BF സ്കിന്നർ, ഹൾ, ടോൾമാൻ. ഇനി ഫിഫ്ത്ത് വൺ, മനോവിശ്ലേഷണ സിദ്ധാന്തം, സൈക്കോ അനാലിസിസ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനഃശാസ്ത്രത്തെ മനസ്സിന്റെ അപഗ്രഥനം എന്ന് നിർവചിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ധമനം, റിപ്രഷൻ മൂലം വ്യക്തിത്വം തന്നെ ശിഥിലമാകുമെന്ന് പഠനത്തിലൂടെ തെളിയിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനോവിശ്ലേഷണം അല്ലെങ്കിൽ മാനസിക അപഗ്രഥനം, സൈക്കോ അനാലിസിസ് എന്ന പഠനശാഖ വികസിപ്പിച്ചെടുത്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനസ്സിന്റെ തലത്തിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്; ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്; അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇതിലെ അബോധ മനസ്സിന് കൂടുതൽ പ്രാധാന്യം ഫ്രോയിഡ് നൽകി. യഥാർത്ഥ മനസ്സ് അബോധ മനസ്സാണെന്നും അബോധ മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പുറത്തു വരുന്നതെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു.
മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ മണ്ഡലം അബോധമണ്ഡലം, ഏറ്റവും ചെറിയ മണ്ഡലം ബോധമണ്ഡലം. മനുഷ്യന്റെ വ്യക്തിത്വം നിർണയിക്കുന്നത് അബോധമണ്ഡലം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് അബോധമണ്ഡലമാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 ശക്തികളാണ് മനസ്സിനെ ഭരിക്കുന്നത് എന്നഭിപ്രായപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യനിലെ പ്രാകൃത വികാരമാണ് ഇത്. സുഖതത്വം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്താണ്? ഇതാണ്. യുക്തിയുടെയും ബുദ്ധിയുടെയും ശക്തിയാണ് ഈഗോ. യാഥാർത്ഥ്യ ബോധതത്വം, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, ഈഗോയാണ്. മനുഷ്യ മനസ്സിലെ സൈനിക ശക്തി, ബാലൻസിംഗ് ഫോഴ്സ്, മനസ്സിന്റെ നിയന്ത്രകൻ, മനുഷ്യ മനസ്സിലെ പോലീസ് എന്നിങ്ങനെയും ഈഗോ അറിയപ്പെടുന്നു. വ്യക്തിത്വത്തിന്റെ പാലകൻ, എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി, ഈഗോ ആണ്. മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി, എത്തിക്കൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നത് സൂപ്പർ ഈഗോ. സാൻമാർഗിക തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നറിയപ്പെടുന്നത് സൂപ്പർ ഈഗോ. കുതിരയും കുതിര സവാരിക്കാരനും തമ്മിലുള്ള ബന്ധമാണ് ഇതും ഈഗോയും തമ്മിൽ. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ബുക്സ് ആണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. Studies in Hysteria, The Psychology of Everyday Life, The Ego and It, Beyond the Pleasure Principle on Aphasia. സിഗ്മണ്ട് ഫ്രോയിഡ്, ആഡ്ലർ, C.G. യുങ് എന്നിവരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ. ലിബിഡോ, ഇതാണ് ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത്. ഈ ഊർജത്തെ ഫ്രോയിഡ് ലിബിഡോ എന്നാണ് വിശേഷിപ്പിച്ചത്. മനസ്സിന്റെ തലത്തിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. മനസ്സിന്റെ ഘടനയെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഒന്ന് മനസ്സിന്റെ തലമാണെന്നും ഒന്ന് മനസ്സിന്റെ ഘടനയാണെന്നും ഓർത്തുവെക്കുക. അതായത് മനസ്സിന്റെ തലത്തിൽ വരുന്നത് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. മനസ്സിന്റെ ഘടനയിൽ വരുന്നത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. 6th one, മാനവികതാവാദം, ഹ്യൂമനിസം. കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ എന്നിവരാണ് മാനവികതാവാദത്തിന്റെ ആവിഷ്കർത്താക്കൾ. ഒരാളുടെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് റോജേഴ്സ് അഭിപ്രായപ്പെടുന്നു. ആത്മാവിഷ്കാരമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് മാസ്ലോ സ്ഥാപിക്കുന്നു. മാനവികതാവാദികൾ: കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, കോമ്പസ് ഗ്ലേസർ. 7th one, ജ്ഞാനനിർമ്മിതിവാദം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. സ്വിറ്റ്സർലൻഡുകാരനായ ജീൻ പിയാഷെ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. മനുഷ്യൻ തന്റെ അനുഭവങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും സ്വാഭാവികമായി അറിവ് നിർമ്മിക്കുമെന്ന ഒരു മനഃശാസ്ത്ര തത്വമാണ് ജ്ഞാനനിർമ്മിതിവാദം. മനഃശാസ്ത്രത്തിലെ വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഓസ്ബൽ, വൈഗോട്സ്കി. വൈഗോട്സ്കിയാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിന്റെ വക്താവ്. 8th one, ന്യൂറോബയോളജിക്കൽ സമീപനം, ന്യൂറോബയോളജിക്കൽ അപ്രോച്ച്. മനുഷ്യ വ്യവഹാരത്തിന്റെ അടിസ്ഥാനം നാഡീവ്യൂഹ വ്യവസ്ഥയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന സമീപനം. മനഃശാസ്ത്രത്തിലെ ന്യൂറോബയോളജിക്കൽ സമീപനത്തിന്റെ വക്താക്കൾ രമോണി കജോൾ, മക്കോണൽ, ഹൈഡൻ, ഫ്ലെക്സ്നർ എന്നിവരാണ്. താങ്ക് യു.